പെറ്റ് സ്റ്റോക്ക് ബൈ ഡോക്ടർ ബീനിയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ പെറ്റ് ഓണേഴ്സ് അല്ലെങ്കിൽ പെറ്റ് ലവേഴ്സ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പല ബ്രീഡ്സ് ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്നാൽ ഒരു ഇത്തിരി കോസ്റ്റ്ലിയായ എക്സ്പെൻസീവായ ഒരു ബ്രീഡാണിത്. പലരുടെയും മനസ്സിൽ ഇപ്പോൾ പല ബ്രീഡ്സിൻ്റെയും പേരുകൾ വന്നിട്ടുണ്ടാവാം. എങ്കിലും ഞാൻ ഈ ഒരു കൂട്ടത്തിൽ ഈ ഒരു വിഭാഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതൽ കോമണായി വന്നിട്ടുള്ള ഡോഗ് ബ്രീഡായ ഹസ്കിയെക്കുറിച്ചാണ്. ഹസ്കി അഥവാ സൈബീരിയൻ ഹസ്കി. നമുക്കറിയാം, സൈബീരിയയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു ബ്രീഡാണ് ഇത്. സൈബീരിയയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് സൈബീരിയ. അവിടെ സാധാരണയായി ഈ ഒരു ബ്രീഡിനെ യൂസ് ചെയ്യുന്നത് സ്ലഡ്ജ് വലിക്കുന്നതിനും അതുപോലെ സാധനങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ചെറിയ വാഹനങ്ങൾ പോലെയുള്ള ചെറിയ ട്രോളി പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതിനുമാണ് സൈബീരിയ സാധാരണയായി ഹസ്കിയെ ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡബിൾ കോട്ടഡാണ്. തണുപ്പിനെ അതിജീവിക്കാൻ ഇതിന് 2 കോട്ടുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരം ഏറെ തണുത്തുറഞ്ഞ ഐസ് കട്ടകളുള്ള അല്ലെങ്കിൽ മഞ്ഞുരുകുന്ന ഒരു പ്രദേശത്ത് ജീവിക്കാൻ സൗകര്യമുള്ള ഒരു നായയെ വളരെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയുമുള്ള കേരളം പോലുള്ള നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പരിചരണത്തിലും ആഹാര രീതിയിലും ഒക്കെ പെറ്റ് ഓണേഴ്സ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യം നമുക്ക് അതിനുള്ള ഹൗസ് അല്ലെങ്കിൽ കൂട് അല്ലെങ്കിൽ വീട് എങ്ങനെ ഒരുക്കണം എന്നുള്ളതാണ്. ഏറ്റവും തണുപ്പുള്ള പ്രദേശത്ത് നിന്ന് വരുന്ന ഒരു ബ്രീഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇതിന് വീടൊരുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുറി ഒരുക്കുമ്പോൾ അവിടെ ഒരു AC-യോ എയർ കൂളറോ ഉണ്ടാവുന്നത് ഏറ്റവും നന്നായിരിക്കും. അല്ലെങ്കിൽ വയനാട്, ഇടുക്കി പോലുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ്. കഴിയുന്നതും ഇവകളെ വളർത്തുന്ന പരിസരം ഒരു ചുറ്റുമതിലോ വളരെ ഉയരത്തിലുള്ള ഫെൻസിങ് അതായത് വേലിയോ ഉണ്ടായിരിക്കണം. കാരണം ഇവർ നല്ല ചാട്ടക്കാരും ഓട്ടക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള 4 വശവുമുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ ഇവരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. ഇനി ഇവർക്കുള്ള ഫുഡിൻ്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാവണം, എങ്ങനെയുള്ള ടൈപ്പിലുള്ള ഫുഡാവണം ഇവർക്ക് കൊടുക്കേണ്ടത് എന്ന്. ഇവർ ഭയങ്കര എനർജറ്റിക്കാണ്, ഇൻ്റലിജൻ്റാണ്, ഒബീഡിയൻ്റാണ്, ഒപ്പം പ്ലേഫുള്ളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ട ഫുഡിൻ്റെ കാര്യത്തിലും പ്രത്യേക ഒരു ശ്രദ്ധ വേണം. ഹൈ റിച്ച് പ്രോട്ടീൻ ആയ ഫുഡ്, അതുപോലെ ലോ ഗ്രെയിൻസും ആയിരിക്കണം ഇവർക്ക് കൊടുക്കുന്ന. ലോ ഫില്ലേഴ്സ് ഉള്ള റെഡിമെയ്ഡ് ഫുഡാണ് ഏറ്റവും ഹസ്കിക്ക് പ്രിഫർ ചെയ്യുന്ന ഫുഡ്. എന്നാൽ നമ്മുടെ വീട്ടിലുപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന വേവിച്ച ചിക്കൻ, ബോയിൽഡ് ചിക്കൻ, അതുപോലെ തന്നെ ബ്രക്കോളി, ക്യാരറ്റ് തുടങ്ങിയവയും നമുക്ക് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ് വേണം ഇവർക്ക് നൽകേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവരുടെ ഡെയിലി എക്സസൈസ് ഇവർക്ക് വളരെ അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇവർ എനർജറ്റിക്കാണ്, ഭയങ്കര എനർജിയുള്ള ബ്രീഡാണ് ഹസ്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എക്സസൈസ് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമാണ്. ലോങ് വാക്സ്, ദിവസം ഒരു 1-2 മണിക്കൂറുകൾ ഇവരെ നമുക്ക് നടത്തയ്ക്കായി കൊണ്ടുപോകാം. അതുപോലെ ഓട്ടം, ചാട്ടം, മറ്റ് ഗെയിംസുകൾ, ഇതിലെല്ലാം നമുക്ക് ഹസ്കികളെ എൻഗേജ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇവർ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നതിനും ഒപ്പം ഇവർക്ക് റെഗുലർ എക്സസൈസിനും വലിയതായിട്ട് ഇവർ സഹായിക്കുന്നതാണ്. പിന്നെ കുടിക്കുവാൻ ഇവർക്ക് എപ്പോഴും വെള്ളം, ആഹാരത്തോടൊപ്പം ഹൈ റിച്ച് പ്രോട്ടീൻ ഡയറ്റിനോടൊപ്പം തന്നെ കുടിക്കുവാൻ എപ്പോഴും ഇവർക്ക് ശുദ്ധജലവും അത്യാവശ്യമാണ്.
ഇവർക്കതുപോലെ സോഷ്യലൈസേഷൻ, നമ്മൾ ഇവർക്ക് ട്രെയിനിങ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പപ്പി സ്റ്റേജിൽ തന്നെ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു തുടങ്ങിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സിറ്റ്, സ്റ്റാൻഡ് തുടങ്ങിയ കമാൻഡ്സ് എല്ലാം ഇവർ വളരെ നല്ല രീതിയിൽ പപ്പി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കുകയും അതനുസരിച്ച് അവർ റിയാക്റ്റ് ചെയ്യുകയും ചെയ്യും. എപ്പോഴും ഹസ്കികൾക്ക് ഒരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്, അതായത് റിവാർഡ് ഗിവിങ് ടൈപ്പ് ട്രെയിനിങ് ആയിരിക്കണം നമ്മൾ നൽകേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഡെയിലി റുട്ടീൻ മാനേജ്മെൻറ്റാണ്. ഇവരുടെ ബോഡി എക്സാമിനേഷൻ, ഇവരുടെ ഇയർ എക്സാമിനേഷൻ, നെയിൽ എക്സാമിനേഷൻ തുടങ്ങിയ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ വളരെ കരുതലോടെ ശ്രദ്ധയോടെ നോക്കിയെങ്കിൽ മാത്രമേ പലതും നമ്മൾക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഒന്നാമത് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ ഇവർ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അഡാപ്റ്റഡ് ആയ ഒരു ബ്രീഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പല പ്രോബ്ലംസും വേണ്ട രീതിയിൽ ഇവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ഇവർക്ക് ആഴ്ചയിൽ 2-3 വട്ടം ഇവരെ ബ്രഷ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവർ ഡബിൾ കോട്ടഡ് ബ്രീഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മിക്കവാറും വർഷം മുഴുവനും ഇവരുടെ രോമം പൊഴിഞ്ഞുകൊണ്ടിരിക്കും. എസ്പെഷ്യലി 2 സീസണിലാണ് ഇവരുടെ ഷെഡിങ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇത്തരത്തിൽ ഷെഡിങ് കൂടുതലുള്ള സമയത്ത് ദിവസവും ഇവർക്ക് ബ്രഷിങ് ആവശ്യമായി വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെവി ക്ലീൻ ചെയ്യുക എന്നുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഇയർ ക്ലെൻസർ ഉപയോഗിച്ച് ചെവി ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. പിന്നീട് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു, മാസത്തിൽ 1 തവണ ഇവരുടെ നെയിൽസ് അല്ലെങ്കിൽ നഖങ്ങൾ മുറിക്കണം. അതുപോലെ തന്നെ ആഴ്ചയിൽ 2-3 ദിവസം ഇവർക്ക് ദന്തപരിശോധന നടത്തുകയും അതോടൊപ്പം ഡെൻ്റൽ ച്യൂസ് അല്ലെങ്കിൽ ഡെൻ്റൽ പേസ്റ്റ്, നമുക്ക് സാധാരണ പെറ്റ്സിനൊക്കെ അനുവദിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഡെൻ്റൽ പേസ്റ്റുകൾ ഉപയോഗിച്ച് ഇവരെ പല്ല് തേപ്പിക്കുകയും വേണ്ടതാണ്. പിന്നെ നാം ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് എക്സസൈസിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളി. സാധാരണ നമ്മൾ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഹസ്കി എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ സംബന്ധിച്ചാണെങ്കിൽ 1-2 മാസത്തിൽ ഒരു കുളിയുടെ ആവശ്യമേ ഉള്ളൂ. എന്നാൽ ഇതിനിടയിൽ ഇവരുടെ ശരീരത്ത് അഴുക്കോ മറ്റോ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കുളിപ്പിക്കാവുന്നതാണ്. കുളിപ്പിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ജലാംശം ഒട്ടും തങ്ങി നിൽക്കാതെ നല്ലൊരു ഡ്രയറോ അല്ലെങ്കിൽ ഫാനോ ഉപയോഗിച്ച് ഇവരുടെ ശരീരം ഉണക്കിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇല്ലെങ്കിൽ പല ചർമ്മരോഗങ്ങളും ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്വഭാവം, ഹസ്കിയെ സംബന്ധിച്ച് പുറത്ത് നമ്മളൊരു ഹസ്കിയും കൊണ്ട് നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ലീഷ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഇവർ നല്ല ഓട്ടക്കാരാണ്. നമ്മുടെ കയ്യിൽ നിന്നെങ്ങാനും വിട്ടുപോയാൽ ഇവർ ഭയങ്കരമായിട്ട് ഓടി മറ്റുള്ളവരെ, നല്ല ചേസേഴ്സ് കൂടിയാണ്. ഓട്ടക്കാർ മാത്രമല്ല മറ്റുള്ളവരെ പിന്തുടരാനും അസാമാന്യമായ കഴിവ് ഇവർക്കുണ്ട്. ഇനി സാധാരണ ഈ ബ്രീഡിനുണ്ടാകാവുന്ന ചില രോഗങ്ങളെക്കുറിച്ച് കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം. ഒന്ന് ഹിപ്പ് ഡിസ്പ്ലേസിയ എന്നുള്ള രോഗമാണ് ഒന്ന്. അതുപോലെ തന്നെ കാട്രാക്റ്റ്, കണ്ണിനെ ബാധിക്കുന്ന തിമിരം, റെറ്റിനൽ അട്രോഫി, ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഇതൊക്കെ, അതുപോലെ ഹൈപ്പോ തൈറോയിഡിസം, ഇതൊക്കെ സാധാരണ നമ്മുടെ ഇത്തരത്തിലുള്ള ഹസ്കിയിൽ വളരെ കോമൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും 6 മാസം കൂടുമ്പോൾ ഒരു വെറ്റിനറി ചെക്കപ്പിന് നമ്മുടെ ഹസ്കിയെ കൊണ്ടുപോയാൽ, ഈ ഒട്ടും യോജിക്കാത്ത കാലാവസ്ഥയിലുള്ള ഒരു ആനിമൽ ആയതുകൊണ്ട് തന്നെ അതിന് എല്ലാ രീതിയിലുള്ള പരിചരണവും ശ്രദ്ധയും നൽകിക്കൊണ്ടു പോയാൽ ഈ ഹസ്കി നമ്മുടെ തണുപ്പുള്ള രാജ്യത്ത് കഴിയുന്നത് പോലെ നമ്മളുടെ കൂടെ തന്നെ നമ്മുടെ സന്തത സഹചാരിയായി എന്നും നമ്മോടൊപ്പം കാണും.